കഴിഞ്ഞ 1.5 ആഴ്ച ഏകദേശം ഒരു 10 ദിവസത്തോളമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ട്രോമ എത്രത്തോളം ആയിരിക്കണമെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ പേരും വിളിച്ചിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വന്നതിൻ്റെ വല്ല റിയാക്ഷൻ ആണോ എന്നായിരുന്നു. ആക്ച്വലി അവരും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ വീഡിയോയുടെ എവിടെയും ഞാൻ അതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നില്ല എന്നുള്ളത്. ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം വരെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷെ എൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നെ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി എത്തിച്ചത്. എനിവേ, ഇതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചും അതേപോലെ ഇതിൽ നമ്മളെടുക്കുന്ന പ്രിക്വേഷനെ കുറിച്ചും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിലൂടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിന് വീട്ടിലെ ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അതിലെ ഏറ്റവും റിസ്ക് പിടിച്ച ഒരു ജോലിയാണ് അടുക്കളയിലെ ജോലി എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, തീയും ചൂടും ഒരുമിച്ച് കിട്ടുന്ന ഒരിടമായതുകൊണ്ട് തന്നെ ഏത് സമയത്തും അപകട സാധ്യതകൾ ഉണ്ടാകും. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ പ്രവേശിക്കുന്നവർ എല്ലാവരും വളരെ ശ്രദ്ധയോടെയും അതുപോലെ കരുതലോടും മാത്രമാണ് ജോലി ചെയ്യുന്നത്. പാചകം ചെയ്യുന്നതിന്റെ ആസ്വാദനത്തിനോടൊപ്പം സുരക്ഷിതത്വം അനിവാര്യമാണ് എന്ന് പലരും അനുഭവങ്ങളിലൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാലോ, അടുക്കളയിലെ മിക്ക സാധനങ്ങളും റിസ്ക് എലമെന്റ് കൂടുതലുള്ള സാധനങ്ങൾ തന്നെയാണ്. അതിൽ എല്ലാവർക്കും പെട്ടെന്ന് അബദ്ധം പറ്റുന്നതും വളരെയധികം റിസ്ക് പിടിച്ചതുമായിട്ടുള്ള ഒന്നാണ് പ്രഷർ കുക്കർ. കുക്കർ തുറക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. അത്തരം കുക്കറിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയ ഒരു യുവതിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കുക്കറിൽ പാചകം ചെയ്യുന്ന ആളുകൾ എളുപ്പത്തിൽ പണി തീർക്കാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ വലിയ അപകടത്തിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. സമയം കുറവ് കൊണ്ട് തന്നെയായിരിക്കാം. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. എന്തായാലും അതിനെല്ലാം ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ഒരു വീഡിയോ. വീഡിയോയിൽ ഒരു പെൺകുട്ടി തനിക്ക് പറ്റിയ വലിയ ദുരന്തത്തിന്റെ കഥയാണ് പറയുന്നത്. എന്തായാലും ആ യുവതി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഹായ്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 1.5 ആഴ്ച ഏകദേശം ഒരു 10 ദിവസത്തോളമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ട്രോമ എത്രത്തോളം ആയിരിക്കണമെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി. അതിനുള്ളൊരു നല്ല വഴി എന്ന് പറയുന്നത് ഞാനൊരു ചാനൽ തുടങ്ങി അതിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണെന്ന്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം കുറേ പേരെന്നെ വിളിച്ചു, മെസ്സേജ് അയച്ചു. സന്തോഷം, വളരെ സന്തോഷം. അത്രയും പേര് നമ്മളെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ശരിക്കും ഹാപ്പിയാണ് തോന്നിയത്. പക്ഷേ അതിൽ കൂടുതൽ പേരും വിളിച്ചിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വന്നതിൻ്റെ വല്ല റിയാക്ഷൻ ആണോ എന്നായിരുന്നു. ആക്ച്വലി അവരും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ വീഡിയോയുടെ എവിടെയും ഞാൻ അതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഏകദേശം 1.5 ആഴ്ച മുൻപ് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഒരു കുക്കർ ആക്സിഡൻ്റ് ആയിരുന്നു. എൻ്റെ കിച്ചണിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതികഠിനമായ 1.5 ആഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത്. ഇപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന കൈവന്നെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും. അപ്പോൾ എന്താ ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ചാൽ, കിച്ചണിൽ ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു. സ്പൂൺ വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. പിന്നെയും കുറച്ച് നേരം കണ്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞാനത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു, സത്യമാണ്. ഞാൻ പക്ഷേ കുറച്ച് ബലം പ്രയോഗിച്ചു. തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് ദ മൊമെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്ക് കണ്ട് അടിച്ചുണ്ട് കയറുക ചെയ്തത്. ഭയങ്കര, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന്
കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം വരെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷേ എൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്നതാണ്. നമ്മുടെ പടിവാതിൽക്ക് വന്ന് നിൽക്കുന്നത് വരെ എല്ലാം നമുക്ക് വാർത്തകൾ തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ കുറച്ച് നേരത്തെ അശ്രദ്ധ എന്നെ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി എത്തിച്ചത്. എനിവേ, ഇതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചും അതേപോലെ ഇതിൽ നമ്മളെടുക്കുന്ന പ്രിക്വേഷനെ കുറിച്ചും അതേപോലെ ലഭ്യമായ എല്ലാ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും പിന്നെ ഞാനെടുത്ത സ്കിൻ കെയേഴ്സ്, മെഡിസിൻസ്, ആഫ്റ്റർ കെയർ എല്ലാതും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്. നമുക്ക് മുന്നിലൂടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിന് നിങ്ങളോടൊത്ത് സംസാരിക്കാൻ എനിക്കൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നൊരു ആശയം വരുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. എനിവേ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം മിഥില. എന്തായാലും ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ട് വരികയാണ്. ചികിത്സകൾക്ക് ശേഷം മുഖത്തുണ്ടായിരുന്ന വലിയ പൊള്ളലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. എന്നാലും ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. അതായത് പഴയ പോലെ തന്നെ ആ ഒരു മുഖം തിരികെ ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്ക. ഈ ഒരു അനുഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ യുവതി തുറന്നു പറയാതെ തന്നെ ഒരു കാര്യമാണ് എല്ലാവരെയും മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാം. ശ്രദ്ധയില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഏത് സമയത്തും സംഭവിക്കാം എന്ന് തന്നെയാണ് ആ ഒരു യുവതി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പലപ്പോഴും നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഷർ കുക്കറുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. അതായത് ചെറിയൊരു അശ്രദ്ധ പോലും ജീവന് ഭീഷണിയാകുന്ന അപകടത്തിലേക്കാണ് ഇത് നയിക്കുന്നത്. മുൻപ് കേരളത്തിൽ തന്നെ ഒരിക്കൽ പ്രഷർ കുക്കറിന്റെ വെയിറ്റ് അഴിക്കാതെ നേരിട്ട് തുറക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പച്ചക്കറി പൊട്ടിത്തെറിച്ച് കുട്ടിയുടെ മേൽ വീണ ഗുരുതരമായ പൊള്ളലേറ്റതും ആശുപത്രിയിൽ മാസങ്ങളോളം ചികിത്സ തുടരേണ്ടി വന്ന ആ ഒരു സംഭവം നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു കുടുംബം മുഴുവൻ അപകടത്തിൽപ്പെടുന്നത് ഇതേ ഒരു പ്രഷർ കുക്കറിനുമായി ബന്ധപ്പെട്ട വാർത്തയിൽ തന്നെയാണ്. അത് തമിഴ്നാട്ടിലെ ഒരു വീട്ടമ്മ അടുക്കളയിലെ കുക്കർ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് അടുക്കളയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന 3 പേർക്കും പൊള്ളലേറ്റത്. ഈ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റബ്ബർ ഗ്യാസ്കറ്റ് കേടായിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് ശരിയായിട്ട് പ്രവർത്തിക്കാത്തപ്പോൾ ഈ ഒരു കുക്കർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ പൊട്ടിത്തെറിയിൽ വീടിന്റെ അടുക്കളയിൽ വസ്തുക്കൾ തകർന്ന സംഭവങ്ങളും വാർത്തകളിൽ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സുരക്ഷ നോക്കേണ്ട വളരെ അത്യാവശ്യം. അതായത് പ്രഷർ പൂർണ്ണമായി പോയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ പോലും അനുമാനിച്ച് മാത്രം തുറക്കരുത്. വിസിൽ എടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ട് പ്രഷർ ഇറങ്ങാൻ സമയം അനുവദിക്കുക. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുക്കർ തണുപ്പിച്ച് തുറക്കരുത്. അങ്ങനെ ചെയ്താൽ അകത്ത് സ്റ്റീം കുടുങ്ങിക്കിടന്ന് പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു റബ്ബർ ഗാസ്കറ്റ്, സേഫ്റ്റി വാൽവ്, വിസിൽ ഇവ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക.